നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ആര്യന്റെ ബൈക്കും മറ്റൊരു കാറുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഈ സമയത്ത് കാറിനകത്തുനിന്ന് അവൻ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, നിനക്കെന്താടാ കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആര്യനോട് ദേഷ്യപ്പെടണം. ആര്യനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എന്റെ സൈഡിൽ കൂടെ വന്നേ, നീ എവിടെ നോക്കിയാ വന്നേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. എത്രയും പെട്ടെന്ന് തന്നെ ദേവമല ക്ഷേത്രത്തിലേക്ക് ചെല്ലേണ്ടതാ. ആര്യനും കൂടെ ചെന്നിട്ട് വേണം പൂജകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാനായിട്ട്. പക്ഷേങ്കിൽ ആര്യന് അവിടെ കുറെ താമസം വരുന്നുണ്ട്. ഈ സമയത്ത് ദേവമല ക്ഷേത്രത്തിൽ തിരുമേനി പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് ഇനി പൂജ കൊടുക്കണം, അധികം താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴും ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ട, ആര്യനെ ഇതുവരെയായിട്ടും കണ്ടില്ലോ, ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ആര്യനെ വിളിച്ചിട്ട് ആരും കോളും എടുക്കുന്നില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവനെ നോക്കി എന്നിട്ട് കാര്യമില്ല. സ്വാമി പോയിട്ട് പറഞ്ഞു കേട്ടില്ലേ, പൂജ തുടങ്ങാൻ സമയമായെന്ന്, പൂജ തുടങ്ങണമെന്ന് പറയണം. ഈ സമയത്ത് ഭയങ്കര ടെൻഷനായി ഗോമതിക്ക്. പിന്നീട് എന്ത് ചെയ്തു? അങ്ങനെ പൂജകളൊക്കെ തുടങ്ങുവാണ്. പൂജകളൊക്കെ തുടങ്ങുന്ന മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി പോയിട്ട്, പൂജയ്ക്ക് ആരൊക്കെ ഇരിക്കുന്നുണ്ട് അവരൊരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും അവിടുന്ന് എഴുന്നേക്കാൻ പാടില്ലെന്ന്. ഇത് അലോകിനൊക്കെ നന്നായിട്ടറിയാം. കാരണം പൂജ ചെയ്യാനായിട്ടിരിക്കുന്ന ആള് ഗോമതിയാണ്. അങ്ങനെയാണെങ്കിൽ ഗോമതിക്ക് എന്ത് സംഭവിച്ചാലും ബാക്കി അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും എണീക്കാൻ പറ്റില്ല. അപ്പൊ അവന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി അഗ്നിക്ക് ചുറ്റും വല വെക്കണ സമയത്ത് അവിടെ രാണി വെക്കണം. ആ ആണി ഗോമതിയുടെ കാലെ തറഞ്ഞു കയറണം. ഗോമതി അഗ്നികുണ്ഡത്തിലേക്ക് വീഴണം. അതൊക്കെയായിരുന്നു അവന്റെ മനസ്സിലെ പ്ലാന്. ഗോമതി ഇനിയിപ്പോ വീഴാൻ പോയാലും ആരും കയറി പിടിക്കാനൊന്നും പോകുന്നില്ല. കാരണം പൂജാരി ഇരിക്കുന്നിടത്തുനിന്ന് ആർക്കും എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ മാനേജറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജകളൊക്കെ തുടങ്ങി. ഓരോ കാര്യങ്ങളൊക്കെ സ്വാമി പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഗോമതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അലോക് മാനേജറെ വിളിച്ചു. മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയണം. പിന്നീട് മാനേജറുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. മാനേജറുടെ കയ്യിലേക്ക് ആ സൂപ്പർ ഗ്ലൂ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആണി ഇതും കൂടെ അവിടെ സെറ്റ് ചെയ്യണമെന്ന് പറയണം. ഈ സൂപ്പർ ഗ്ലൂവിൽ ഒട്ടിച്ച് ആണി അവിടെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഒട്ടുന്ന ഒരു ഫ്ലെക്സ് ക്യൂക്കായിരുന്നത്. അപ്പച്ചി എന്താണെങ്കിലും അഗ്നിക്ക് ചുറ്റും വലം വെച്ച് വരും. ആ സമയത്ത് ഇത് അപ്പച്ചിയുടെ കാലെ തറയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് ആ ഒരു മടിയുണ്ട്. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പൈസ കിട്ടും. അതിനേക്കാൾ ഉപരി അലോകല്ലേ പറഞ്ഞിരിക്കുന്നേ. തന്നെ ഒരു കാലത്ത് സഹായിച്ചാണ് അലോകിന്റെ അച്യുതന്. അപ്പൊ അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തോണ്ട് അയാൾ അതെല്ലാം ശരിവെച്ചു. ആ സമയത്ത് ഈ പറയുന്ന സ്വാമി പോറ്റിയുടെ സഹായമായിട്ട് ഒരാളും കൂടെ അവിടെ ഉണ്ടായിരുന്നിരിപ്പ്. അപ്പൊ സ്വാമി പോറ്റി പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോളം പറയണം. അങ്ങനെ അഗ്നികുണ്ഡത്തിന് തീ കൊളുത്തി. അഗ്നിയൊക്കെ ഇങ്ങനെ പടരുവാണ്. വലിയ അഗ്നിയായി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ ചൂട് ഗോമതിയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പാടില്ല, സ്വാമി പോയിട്ട് പറയാതെ. അത് മാത്രമല്ല, അഗ്നിനാളങ്ങൾ ഇങ്ങനെ വലുതായിട്ട് വരും. അതിനെ കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അഗ്നിപൂജയാണല്ലോ, അത് പല രീതിയിലും പേടിപ്പിക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ആര്യനും കാറുകാരും തമ്മിൽ കുറെ പ്രശ്നമാണ്. അതിനുശേഷം ആര്യൻ ഒരു വിധത്തിൽ അവിടുന്ന് പോരുന്നുണ്ട്. അങ്ങനെ ആര്യൻ പോരുവാണ്. പക്ഷെ അപ്പം തന്നെ സമയം കുറെ വൈകിട്ടുണ്ടായിരുന്നു. ഇതേ സമയം സുകന്യക്കാണെങ്കിലോ വല്ലാത്ത ടെൻഷനാണ്. എന്ത് ചെയ്യാൻ പറ്റും? വ്രതം എടുക്കാന്നും പറഞ്ഞും പോയി. ഇനിയിപ്പോൾ ആഹാരം കഴിക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും കുറച്ച് ആഹാരം അടിച്ചു മാറ്റി കഴിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2-3 വട്ടം അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ശ്രീദേവിയും മിത്രയും അടുക്കളയിൽ ഇല്ലാത്ത സമയത്ത്. പക്ഷേങ്കിൽ കൃത്യസമയത്ത് മിത്രയും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റിയില്ല. ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും വ്രതം മുടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. ഒടുവില് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ രാജശ്രീയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സുകന്യ എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. രാജശ്രീ കഴിക്കാൻ എടുത്ത് കൊടുക്കുവാണ്. സുകന്യ അങ്ങോട്ടേക്ക് പോയതും മിത്ര കണ്ടു. മിത്രയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. സുകന്യേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വ്രതം മുടക്കാനാണെന്നും പറയാൻ പറ്റില്ല. സുകന്യേച്ചിയുടെ സ്വഭാവം വെച്ച് അങ്ങനെയാണ്. അത് ശ്രീദേവിയോട് പറയുകയും ചെയ്തു. ശ്രീദേവി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട മിത്രേ. സുകന്യേച്ചി വ്രതം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ സുകന്യേച്ചിക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ എന്താണെങ്കിലും വ്രതം എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെന്ന് പറഞ്ഞ് ശ്രീദേവി എടുത്തിട്ടില്ല, ബാക്കി എല്ലാവരും. അപ്പൊ അതിന്റെ ഗുണം നമ്മുടെ കുടുംബത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് സുകന്യ പറഞ്ഞു, അതെ, എങ്ങനെയെങ്കിലും ഈ ഒരു പൂജ മുടക്കുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. ദേവമംഗലത്ത് അതിൻ്റെതായ
ആം, കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ എന്നൊക്കെ രാജശ്രീയോട് പറയുന്നുണ്ട്. രാജശ്രീ പറഞ്ഞു, നീ വിഷമിക്കേണ്ട സുകന്യെ, എന്തൊക്കെയോ കാര്യങ്ങൾ അലോക് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പൂജ മുടങ്ങും. പൂജ മുടങ്ങുക മാത്രമല്ല, പല അനിഷ്ട കാര്യങ്ങളും ദേവമംഗലത്ത് സംഭവിക്കുകയും ചെയ്യും. സുകന്യയ്ക്ക് സന്തോഷമായത് കേട്ട് കഴിഞ്ഞപ്പം എത്രയും പെട്ടെന്ന് തന്നെ പൂജ മുടങ്ങിയാൽ മതി എന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഈ സമയത്ത് അവിടുത്തെ മാനേജർ, ദേവമല ക്ഷേത്രത്തിലെ മാനേജർ അവിടെ സഹായിയായി ഇരുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ബാക്കി എല്ലാവരും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാമി പോയിട്ട് ഓരോ മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നുണ്ട്. അങ്ങനെ അയാളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, കയ്യിലിരുന്ന ആ ഒരു ആണി അത് അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുവാണ്. അത് ഗോമതി നടന്നു വരുന്ന, കാരണം അഗ്നിക്ക് ചുറ്റും വലം വെക്കണം. ആ വലം വെക്കുന്നത് വരുന്ന ആ സ്ഥലത്ത് സൂപ്പർ ഗ്ലൂ വെച്ച് പെട്ടെന്ന് ഒട്ടിച്ചു വെക്കുവാണ്. അപ്പൊ ആ സഹായി അത് കണ്ടുമില്ല. അയാളുടെ കണ്ണു പിടിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഇത്തിരി നേരം കൂടെ അയാളോട് സംസാരിച്ചിട്ട് മാനേജർ അങ്ങോട്ട് പോവാണ്. പോയി മാറിയുന്നു. ആ സമയത്ത് അലോക് ഇത് കാണുന്നുണ്ടായിരുന്നു. അവിടെ മറഞ്ഞു നിന്നിട്ട്, ഹൗ രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ അപ്പച്ചി കുറച്ച് കഴിയുമ്പത്തേനും അഗ്നിക്ക് ചുറ്റും വലം വെക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലോക് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോമതി ഒന്നും ഈ കാര്യങ്ങളൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞു. പൂജകളൊക്കെ ഏകദേശം തീരാറായ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും സാപ്പിട്ട് പറഞ്ഞു, ഇനി അഗ്നിക്ക് ചുറ്റും വലം വെച്ച് വന്നോളാൻ പറയണം. 3 തവണ വലം വെക്കണം. വലം വെച്ച് വരാനായിട്ട് പറയാം. അലോകിന് സന്തോഷമായി. വലം വെച്ച് വരണ സമയത്ത് ഉറപ്പായിട്ടും അപ്പച്ചിയുടെ കാലിൽ ആണി കയറും. അങ്ങനെ ആണി കയറുന്ന സമയത്ത് അപ്പച്ചി വീഴാനായിട്ട് പോകും. വീഴാൻ പോകുന്ന സമയത്ത് ആർക്കും പിടിക്കാനും പറ്റില്ല. അഗ്നികൂട്ടത്തിലേക്ക് എന്ന് വീഴും. അതോടുകൂടി അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെ ഇതൊന്നും അറിയത്തില്ലാതെ ഗോമതി എന്ത് ചെയ്തു, അഗ്നിക്ക് ചുറ്റും പ്രാർത്ഥനയോടുകൂടി വലം വെക്കുവാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ വലം വെച്ച് വരുവാണ്. ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുടുംബത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ മാറിക്കിട്ടണം, കുടുംബത്തിൽ ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന്. അങ്ങനെ വലം വെച്ച് വരുന്ന സമയത്ത് ഗോമതിയുടെ കാലയിലേക്ക് ഇങ്ങനെ ആണി കൊള്ളാനായിട്ട് തുടങ്ങുവാണ്. ഗോമതി ഒരു നിമിഷം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന്, ഗോമതിയുടെ കാല ആണി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വലം ചുറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കൂടെ ഗോമതി അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ്. ഒരു നിമിഷം എല്ലാവരും അന്താളിച്ചു പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇരുന്നിടത്തൊന്നും ഏക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല സ്വാമി പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ പൂജ മുടങ്ങും. പൂജ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വിപരീത ഫലമായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഗോമതി ഇങ്ങനെ തലറിങ്ങി വീഴാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആര്യൻ ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. ആര്യൻ ഈ കാഴ്ച കണ്ടു. ആര്യന് അവിടേക്ക് വരുമ്പോഴത്തേനുമാണ് ഗോമതി വീഴാൻ തുടങ്ങുന്നത്. അമ്മയെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഗോമതിയെ താങ്ങി പിടിക്കുകയാണ്. കാലിലേക്ക് ആണി കൊണ്ടിട്ടുണ്ടായിരുന്നു. ആണി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഗോമതി അങ്ങ് വീഴാൻ പോയത്. പെട്ടെന്ന് ആര്യം കയറി പിടിച്ചു. ആര്യനെ പിടിക്കുന്നതിന് കുഴപ്പമില്ല. ആര്യം പൂജയ്ക്ക് ഇരുന്നിട്ടുള്ള ആളല്ല. പെട്ടെന്ന് ഗോമതിയെ അവിടെ പിടിച്ചിരുത്തി. അപ്പോഴാണ് ഗോമതിയുടെ കാലയിൽ ആ ആണി കണ്ടത്. ആര്യന് സഹിച്ചില്ല. പെട്ടെന്ന് ആണിയൊക്കെ ഉരുക്കളഞ്ഞിട്ട് ഗോമതിയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് വീണ്ടും പൂജ തുടങ്ങുകയാണ്. ഗോമതിക്ക് തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗോമതി പിടിച്ചിരുന്നു. കാരണം ഗോമതിക്കറിയാം, ഈ പൂജ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന. ആര്യം ഗോമതിയോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ പൂജകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുക. അലോകിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ മുടങ്ങിപ്പോവുക. അലോകിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.